എന്താ ചെയ്യ കർക്കിടക മാസായിട്ട് പണിയില്ല തൊഴിലുമില്ല വല്ലാത്ത അതും പോട്ടെ നമ്മുടെ പിന്നാലെ തങ്കം പോലെ ഒരു പെണ്ണുണ്ട പണിക്ക് ഓളിപ്പോ 2-3 ദിവസമായിട്ട് ലീവ് തങ്കം പോയിട്ട് സ്വർണം പോയിട്ട് ചെമ്പായപ്പോ അതിന്റെ കാര്യം ഒന്നും പറയണ്ട എല്ലാ പണിയെടുക്കും നമ്മുടെ പിന്നാലെ കല്യാണം കണ്ടില്ലേ എല്ലാവർക്കും ഫസ്റ്റ് കല്യാണം പറയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായി പിന്നെ അത് ഡൈവേഴ്സ് പിന്നെ അത് വേണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അഭിവാദന ഇന്ത്യത്തെ എല്ലാവരും പറഞ്ഞത് ഈ ഭാഗ്യവാനാണ്. അതല്ല ഞാൻ പറയുന്നത്. എന്റെ പിന്നാലെ പണിക്ക് എന്ത് പണിക്കും ആള് സൂപ്പറാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പൊ 2-3 ദിവസമായിട്ട് ആള് പണിക്കേ വരില്ല. സ്റ്റോറ് നന്നായി കൊളംബിയിൽ പറഞ്ഞ പോലെയാണോ? അതിന്റെ കാര്യം പറയണ്ട. പിന്നെ ഇപ്പൊ നോക്ക് 2 വട്ടം വിളിച്ചപ്പോ ഫോണേ എടുക്കില്ല. ഇന്നാലുണ്ട് എന്നെ വിളിച്ചിട്ട് അത് കേട്ടോ പണിയുണ്ടോ ചോദിച്ചിട്ട് ഞാനെന്ത് പറഞ്ഞു, എന്നാ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വാ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അതില്ലേ എന്റെ സംഭവം ബംഗാളില്ലേ, ബംഗാളിൽ 2 ദിവസം പണിക്ക് പോയപ്പോ അവരെന്താണ് വിളിച്ചു പോയി. അപ്പൊ ബംഗാളി അവിടുന്ന് പോയി 2 ദിവസം ഒഴിവാക്കിയപ്പോ അവിടുന്ന് കേറി വരാനുള്ള ബസ് ചാർജ് ആവും ചിലപ്പോ. എന്തിനു പറയും, അത് ശരി. ഞമ്മക്ക് പണിയില്ല, പട്ടിക്ക് വിളി തോന്നിന്ന് പറഞ്ഞു. ഞമ്മക്ക് പണിയില്ല, ഓൾക്ക് പണിയായി. പണി കൂടിക്കൊണ്ടിരിക്കണ്ടാവും. ബംഗാളിയല്ലേ, ബംഗാളി പണി പറഞ്ഞ 1.5 പണിയല്ലോ. ഇപ്പൊ പറ്റിയത് നമ്മളെന്തായി കർക്കിടക മാസമായിട്ട് പണിയില്ലാണ്ട് നമ്മളെന്തായി